ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്കൊരു ടേസ്റ്റായിട്ടൊരു നെയ്ച്ചോറ് തയ്യാറാക്കാം. നെയ്ച്ചോറിൻ്റെ കൂടെ നമുക്ക് കോളിഫ്ലവർ ഫ്രൈയും കൂടെ തയ്യാറാക്കാം. നമുക്കിത് എളുപ്പത്തിൽ ചെയ്തെടുക്കാം, ടേസ്റ്റുമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം പാനിൽ കുറച്ചേറെ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് സവാളയൊന്ന് നല്ലപോലെ വറുത്തെടുക്കാം. നല്ലപോലെ ഫ്രൈ ആയി എടുക്കണം. അതിനുശേഷം നമുക്ക് കുക്കറിലാണെങ്കിൽ കുക്കറിൽ കുറച്ച് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ജാതിപത്രിയും കുറച്ച് സവാളയും കട്ട് ചെയ്ത് കുക്കറിൽ കുറച്ച് നെയ്യ് ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ചൊന്ന് മൂപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഊറ്റി വെച്ചിരിക്കുന്ന കൈമ റൈസും കൂടെ ചേർക്കാം. നമ്മൾ കൈമ റൈസിലാണ് ചെയ്യുന്നത്. കൈമ റൈസിലാണ് ഗീ റൈസ് ചെയ്യാൻ വളരെ ടേസ്റ്റായിട്ട് തോന്നുന്നത്. അപ്പം നമുക്ക് അരിയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ് ഗീ റൈസ്, പക്ഷെ വളരെ ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. നമുക്കത് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഒരു മിനിറ്റൊക്കെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഉപ്പും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഇതിനും അരി എത്രയാണോ അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ചേർക്കേണ്ടത്. അപ്പോൾ വെള്ളവും ചേർത്ത് നമ്മളിത് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമാണ് ചേർക്കുന്നത്. അങ്ങനെ തിളപ്പിച്ച വെള്ളവും ചേർത്ത് നമുക്ക് ഉപ്പൊക്കെ നല്ലപോലെ ഇളക്കി ഉപ്പൊക്കെ നോക്കാം. ഉപ്പൊക്കെ പാകമായിട്ടുണ്ട്. നമുക്ക് വെന്ത് വരുമ്പോൾ കറക്റ്റായിരിക്കും. അപ്പോൾ ഒരു തുള്ളി ഉപ്പ് മുമ്പേ നിന്നാൽ മതിയാവും. നമുക്കിനി അടച്ച് തിളച്ച് കഴിയുമ്പം സിമ്മിൽ വെച്ച് ഒരു 7-8 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം. ചിലപ്പോൾ ആ സമയത്ത് വിസിൽ കേൾക്കും. ഇല്ലെങ്കിലും നമുക്ക് ആവി വന്നതിന് ശേഷം 7 മിനിറ്റ് വെച്ചാൽ മതിയാവും. നമ്മുടെ ഉള്ളി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതും മാറ്റിയെടുക്കാം. നമുക്കിതിനകത്തോട്ട് കാഷ്നട്ടും മുന്തിരിങ്ങയും ഒന്ന് വറുത്തെടുക്കാം. മുന്തിരിങ്ങയും കാഷ്നട്ടും ഒക്കെ ഏറെ ചേർത്താലും നല്ല ടേസ്റ്റാണ്. നമുക്ക് കാഷ്നട്ടും മുന്തിരിയൊക്കെ കുറച്ച് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് അതും മാറ്റി വയ്ക്കാം. നമുക്കിനി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കോളിഫ്ലവർ കൊണ്ടൊരു ഫ്രൈ തയ്യാറാക്കാം. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് കോളിഫ്ലവർ ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് ചൂടാക്കി അതിൻ്റെ കീടങ്ങളൊക്കെ മാറ്റിയ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തും ക്ലീൻ ചെയ്യാം. വെറുതെ ചൂടാക്കി എടുത്താലും മതിയാവും. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്താണ് ഇവിടെ ക്ലീൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു മഞ്ഞ കളർ ഉണ്ടാവും. അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പേസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. കടലമാവും കുറച്ച് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല പൗഡറും ചേർക്കുന്നുണ്ട്. നമുക്ക് വേണ്ടുന്ന ഉപ്പും ചേർത്ത് നല്ലൊരു പേസ്റ്റാക്കി എടുക്കാം. അപ്പം നല്ലപോലെ നമുക്കതൊന്ന് പേസ്റ്റാക്കി എടുക്കാം. നമുക്കതിനകത്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കുകയോ അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും മതിയാവും. ഒന്ന് തണുപ്പിച്ചിട്ട് നമ്മൾ വറക്കുവാണെങ്കിൽ ഒട്ടും അതിൻ്റെ കോട്ടിംഗ് ഒന്നും പോവാതെ തന്നെ നല്ലപോലെ മൊരിഞ്ഞ് കിട്ടും. നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കി ചേരുവകളും കൂടെ ചേർക്കാം. കൈമ റൈസ് വെച്ചിട്ട് ഗീ റൈസ് തയ്യാറാക്കുമ്പോൾ വളരെ ടേസ്റ്റുള്ളൊരു മണമാണ്. ഏറ്റവും നല്ലത് കൈമ റൈസിൽ ഗീ റൈസ് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയെല്ലാം ചേർത്ത് നമുക്ക് ഉള്ളി വറുത്ത് വെച്ചിരിക്കുന്നത് കൂടെ ചേർക്കാം. അങ്ങനെ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ചെയ്യാൻ എടുക്കാൻ പറ്റും. എങ്കിൽ വളരെ ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളതുമാണ്. നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോളിഫ്ലവർ കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കോളിഫ്ലവറും ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റുള്ളൊരു കോമ്പിനേഷനാണ്. നിങ്ങളിങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.